കലാസാംസ്കാരിക രംഗത്ത് കോഴിക്കോടിന്റെ പങ്ക് ചെറുതല്ല. ഇതിന് പകിട്ടകാനാണ് കോഴിക്കോട് നഗരസഭയിൽ ആനക്കുളം സാംസ്കാരിക നിലയം നിർമ്മിച്ചത്. എന്നാൽ 4 കോടി മുടക്കി നിർമ്മിച്ച കെട്ടിടം ഇന്ന് ആളനക്കമില്ലാതെ കിടക്കുകയാണ്. 56 സെന്റ് സ്ഥലത്ത് 4 കോടി മുടക്കിയാണ് ഈ 3 നില കെട്ടിടം നിർമ്മിച്ചത്. നൃത്ത നാടക പരിശീലന കേന്ദ്രങ്ങൾ, ആംഫി തിയേറ്ററുകൾ, ഹാളുകൾ, താമസ വിശ്രമ മുറികൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയായി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടും ഇന്നും പൊതുജനങ്ങൾ വരാതെ അനാഥമായി കിടക്കുകയാണ് ഈ കെട്ടിടം. കുറഞ്ഞ നിരക്കിൽ പരിശീലനത്തിനും താമസത്തിനും വിനോദത്തിനും സൗകര്യമുണ്ടെങ്കിലും ഇന്നും ഈ സാംസ്കാരിക നിലയം അറിയപ്പെടാതെ പോവുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ ചെലവാക്കിയത്. ഇപ്പോൾ അവിടെ ആകെ നടക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ ഫെലോഷിപ്പ് കിട്ടിയിട്ടുള്ള കുട്ടികൾ നടത്തുന്ന ചെറിയ ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ഒഴിച്ചു നിർത്തിയാൽ യാതൊരു തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ആ നിലയം സാക്ഷ്യം വഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാ ബാത്റൂമുകളും ശോചനീയാവസ്ഥയിലാണ്. ആളുകൾക്ക് അന്ന് പറഞ്ഞിരുന്നത് വന്ന് താമസിച്ചുകൊണ്ട് ഇവിടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുന്ന, പക്ഷേ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നാളിതുവരെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു ചിന്താഗതികൾക്കും അത്തരത്തിലുള്ള ഒരു മാസ്റ്റർ പ്ലാനിനും അല്ലെങ്കിൽ ഒരു പദ്ധതിക്കോ കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. 1000 രൂപയ്ക്ക് താമസം, 200 രൂപയ്ക്ക് കലാപരിശീലനത്തിനുള്ള സൗകര്യം, തിയേറ്ററിന് 2000 രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ. കാര്യമായ പ്രചാരണം നടത്തി ഉയർത്തിക്കൊണ്ടുവരാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ജനം, കോഴിക്കോട്.